ഇന്ന് മീൻ വാങ്ങാൻ പോയപ്പോൾ ഒരു മീൻ കിട്ടിയിട്ടോ, മീൻകാരൻ വെട്ടി കണ്ട മീൻ വാങ്ങിയത്. ഇതിനെന്താ ആരെല്ലാം മറ്റാണെന്ന് തോന്നുന്നു പറയാം, എനിക്ക് കറക്റ്റ് പേരറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ, അതിനും കൂടിയാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ കളയണം, കെട്ടി നോക്കിയിട്ട് ഞാനും മക്കളും എല്ലാവരും കൂടി ഒരു വിധം സെറ്റാക്കി എടുക്കട്ടെ. എന്താണെന്നുള്ള വീഡിയോൻ്റെ അവസാനം പറയാൻ പറ്റുള്ളൂ. തൊലി പൊളിച്ച് അവസാനം എന്താ പറയുക മീൻ കിട്ടുമല്ലേ ഉള്ളതൊക്കെ ദൈവത്തിനറിയാം. മുന്നൊന്നും ഞാനൊരു നമ്മൾ ആരിലല്ലേ പുഴയിൽ നിന്ന് കിട്ടുന്നത്, അത് ഇതിൻ്റെ കറക്റ്റ് പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനാണ് ഞാൻ വീഡിയോ. ഒരു പല്ലൊന്നും ഇല്ലാത്തൊരു സാധനമുണ്ട് വേറെ പാമ്പ് പോലത്തെ, അത് ഇതേപോലെ തോല് പൊളിച്ചിട്ടുണ്ട്. ഇതിന് ചെറിയ പല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നവരൊന്ന് ഡീറ്റെയിലായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു വിധം ഞാൻ തോലൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഇറച്ചിയടക്കം പോരുന്നൊക്കെ ആയിരുന്നു. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ ആകെ എക്സൈറ്റഡ് ആണ്. ഒരു വലിയ അച്ഛാ പാമ്പ് പോലത്തെ മീൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അവരാദ്യമായിട്ടാണ് ഒന്ന് കാണുന്നത്. ഞാനും അധികം ഒന്നും കണ്ടിട്ടില്ല. മീൻകാര ബോക്സ് കണ്ടപ്പോൾ വാങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ല വട്ടത്തിൽ മുറിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു മുട്ടി എടുത്തു കേട്ടോ, നമുക്ക് മുറിക്കേ. മോള് മുട്ടി വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്കിത് സെറ്റാക്കി എടുക്കാം കേട്ടോ. മക്കളൊക്കെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ വീഡിയോ എടുക്കാൻ പറ്റിയാലും എടുത്ത് ഒപ്പിച്ചേക്കാം. അതൊന്ന് വട്ടത്തിൽ മുറിച്ചൊന്ന് ക്ലീൻ ചെയ്യട്ടെ. കുറച്ച് കൊട്ടലൊക്കെ ഒഴിവാക്കാണ്ടാവും നമുക്ക്. തലയൊന്നും വേണ്ട അല്ലേ, തലയൊക്കെ ഒഴിവാക്കാം. അത്യാവശ്യം ഇറച്ചിയുണ്ട്. അപ്പോൾ കുടലൊക്കെ ഒന്ന് ഒഴിവാക്കി നമുക്ക് നിന്ന് വട്ടത്തിൽ മുറിച്ചെടുത്ത് പൊരിച്ചെടുക്കാം. പൊരിക്കുന്നതല്ലേ നല്ലത്. ഇത് കുറേ വലുപ്പം വെക്കുന്ന മീനാണോ? കുറേ ഫോട്ടോ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് തന്നെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം നല്ല വട്ടത്തിൽ അങ്ങോട്ട് മുറിച്ചെടുക്കുക. നമുക്ക് ഇത്രയും മതി, ബാക്കി കൊണ്ട് ഒഴിവാക്കാം. അത്യാവശ്യം ഇറച്ചിയുണ്ട്. നല്ല വട്ടത്തിൽ അങ്ങോട്ട് മുറിക്കട്ടെ കേട്ടോ. ആകെ ഒരു നടുവ് കൂടെ എല്ല് പോലത്തെ ഒരു സാധനം തന്നെ കാണുന്നുള്ളൂ. ഉള്ള ഇറച്ചി തന്നെ. അപ്പം എന്തായാലും ഇനി നല്ല കഴുകി വൃത്തിയാക്കി മസാലയും തേച്ച് പൊരിച്ചടിക്കാം. അത്യാവശ്യം ഇറച്ചി ഉണ്ടല്ലേ സാധനം. ഞാൻ വിചാരിച്ചൊരു ഇറച്ചിയോ കുറവായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് എരിവെണ്ണ ഉണ്ടായിക്കോട്ടെ അല്ലേ. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാ പൊടികളും ചേർക്കുക. കുറച്ച് കുരുമുളക്, ഉപ്പ് എല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് വെക്കുക. വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടി തന്നെ പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ അവിടെ കിടക്കടിക്ക് ഒരു സ്ഥലത്ത് പോകണ്ട്. ആകെ പോയി വന്നിട്ട് കുറച്ച് നേരം അവിടെ ഫ്രിഡ്ജിൽ കിടക്കട്ടെ. അപ്പോൾ ഒന്ന് സെറ്റായി വരുമല്ലോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കട്ടെ. അപ്പോൾ നമുക്ക് നല്ല വെളിച്ചെണ്ണ വെച്ച് പൊരിച്ചാലോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ഉണ്ട്, അതും എടുത്ത് അങ്ങോട്ട് ഇടാം. അയ്യോ, കറിവേപ്പിലയിൽ വെള്ളം ഒഴിവാക്കാൻ മറന്നു. അതാണ് പൊട്ടിത്തെറിക്കുന്നത്. കഴുകുമ്പോൾ വെള്ളം ഒന്നും ഒഴിവാക്കിയില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇനി നമുക്ക് നല്ല മീൻ വറുത്തെടുക്കാം കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് ചേർക്കാം. കുറേശ്ശെ അങ്ങനെ അത്രയല്ലേ ഉള്ളൂ. അവിടെ പൊരിച്ച് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇതിൽ ചേർത്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉപ്പും. ഇല്ലാണ്ടെന്ത് പരിപാടിയില്ലേ. കാണാനൊക്കെ തോന്നുന്നു കേട്ടോ. സാധനം മുള്ളൊന്നും തീരെയില്ല എന്ന് തോന്നുന്നില്ല സാധനത്തിന്. ആ നടുവിലൊരു എല്ല് ആ സാധനം തന്നെയുള്ളൂ. നന്നായിട്ട് പൊരിച്ച് ചോറും കൂട്ടി അടിക്കാം. ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്തില്ല കേട്ടോ അതിൽ. 5-10 മിനിറ്റ് മതിയാവും അല്ലേ, അധികം വേഗമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം. നല്ല വെളിച്ചെണ്ണ തന്നെ പൊരിക്കണം അല്ലേ ഇങ്ങനത്തെ സാധനമൊക്കെ കിട്ടിയാൽ. ഇത് ശരിക്കും പുഴമീനാണോ അതോ കടൽ മീനോ? പുഴയിലും കടലിലും ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടൊക്കെ അറിയുന്നവരും. അറിയാത്ത ഒരുപാട് പേരുണ്ടാവില്ല, അവർക്കും കൂടി ഒരു നല്ല കാര്യമാവും. അപ്പോൾ മൊത്തത്തിലൊന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നമ്മളെ ഗാർലിക് ഇല്ലേ, വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ നമുക്ക് ആ ചോറിൻ്റെ കൂടെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് വെളുത്തുള്ളി എടുത്ത് വരാം. അപ്പോൾ വെളുത്തുള്ളി ചതച്ച്, ഇഞ്ചി എടുത്തില്ല കേട്ടോ, വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ച് അതിൽ ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അവസാനം ചേർത്താൽ എന്താ വെച്ചാൽ വെളുത്തുള്ളി കരിഞ്ഞും പോകില്ല. നമ്മൾ ആദ്യം ചേർത്തിട്ട് ചിലപ്പോൾ മീൻ വെന്ത് വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി കരിഞ്ഞ് കരിക്കട്ടെ പോകുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അരച്ചിട്ടൊക്കെ ചേർക്കണം, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം സാധനം സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ടല്ലേ? ആരല്ലോ എന്തൊരു പേര് പറയാൻ പറ്റുന്നില്ല. പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തിട്ടൊക്കെ മീൻ പൊരിച്ച് സെറ്റാക്കിയിട്ട്. പക്ഷേ പൊരിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് മുള്ളൊക്കെ അവിടെ നിന്ന് നോക്കി പൊന്തി വന്നിട്ട് നോക്കിയിട്ട് ചെറിയ നാര് പോലത്തെ മുള്ള് കണ്ടല്ലേ. ഇത് നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സാധനം കഴിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. മുന്നേ കഴിച്ചിട്ടില്ല, എങ്ങനെയുണ്ട് നോക്കാം. ചെറിയ മുള്ളിപ്പോൾ എവിടുന്നൊക്കെയോ വന്നിരിക്കുന്നു കേട്ടോ. സാധനം കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അറിയുന്നവർ ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്യണേ, അത് മറക്കണ്ട.